ഹായ് നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായി. അതായത് നമ്മുടെ രേണു സുധിയുടെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കാണാനിടയായി. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഈ രേണുസുധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണോ? ഒക്കെയാണ്. അതിനകത്ത് നമുക്ക് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അവരെന്നല്ല ആരൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിന് അഭിപ്രായം പറയാനും കമൻ്റ് ഇടാനും അഭിപ്രായം പറയാനും നമ്മുടെ എതിർപ്പുകളൊക്കെ പറയാനായിട്ടുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ? ശരിയാണ്. വിമർശിക്കാനൊക്കെയുള്ള അവകാശം അത് നമുക്കും ഉണ്ട്. ശരിയാണ്. പക്ഷേ അവരിന്നൊരു രോഗിയാണ്, ഒരു രോഗാവസ്ഥയിലാണ്. അത് ആർക്കും വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അസുഖമാണ് അവർക്ക് ഉള്ളത്. അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർ ട്രീറ്റ്മെൻറ്റിൽ ആണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊരു പോസ്റ്റ് തയ്യാറാക്കിയ ആളുടെ ഒരു മാനസികാവസ്ഥ എന്താ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം മലയാളികളും അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും അങ്ങനെയാണ്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കല്ലേ എന്നാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതുപോലെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ, സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? നിങ്ങളിൽ പലരും ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കാം. പലർക്കും അതിൽ വിഷമം തോന്നിയവരുമാണല്ലേ. നമ്മൾ മനസ്സാക്ഷിയുള്ളവർക്ക് ഒക്കെ അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും. കാരണം രേണുസുധി കാണിച്ച പല കാര്യങ്ങളും നമുക്കാർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് അവർ കാണിച്ചു കൂട്ടിയതൊക്കെ. അത് ശരിയാണ് അല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വേറൊരാൾ ഇങ്ങനെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത്, അവർ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു പോസ്റ്റ് തയ്യാറാക്കിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ അല്ലേ? നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആണ് ഇങ്ങനൊരു അസുഖം വന്നത് എങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? ഇത്ര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണല്ലേ. നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല, നമുക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും അല്ലേ ഇതുപോലെയൊരു അസുഖമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു വിഷമമായിരിക്കും അല്ലേ? അവർക്ക് നമ്മളൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? ഇനി ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് അവരെ മാനസികമായിട്ട് ഇനി എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.